പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി. സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതംഗിയെ കണ്ടുമുട്ടുന്നു. പാഠം: സുകൃതഹാരങ്ങൾ. തൂമ തേടുംതൻ പാളകിണറ്റിലിട്ടോമൽ കയ്യാൽ കയറുവലിച്ചുടൻ കോമളാംഗി നീർ കോരിനിന്നിടിനാൾ. ശ്രീമാനഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൻ: ദാഹിക്കുന്നു ഭഗിനീ കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ. അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി: ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ടാ തരികതെനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ. പിന്നെത്തർക്കം പറഞ്ഞില്ലയോമലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. കറ്റക്കാർകൂന്തൽ മൂടിത്തലമഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കിച്ചെറുചിരി ചോരുവാ ചെറ്റുവിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലുനിന്നു മൈക്കണ്ണിയാൾ. ചോരച്ചെന്തളിരഞ്ചു മരുണാംശുപൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടിവിടർന്ന ചെന്തണ്ടലർ അല്ലി കാട്ടിനിൽക്കുംപോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നിനിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധക്കണ്ണാടി കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനീ നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുകൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം.